വെൽക്കം ടു ലേണിംഗ് ഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ്? 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കൈൻഡ്നെസ് ആൻഡ് എമ്പതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. നമ്മൾ ഈ ലോകത്ത് ഏറ്റവും ആവശ്യപ്പെട്ട രണ്ട് ക്വാളിറ്റീസാണ് കൈൻഡ്നെസ്സും എമ്പതിയും. കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ദയ, എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് നമ്മളെ പ്രോബ്ലംസായി കണക്കാക്കി അത് സോൾവ് ചെയ്യുന്നതാണ് എമ്പതി. ദിസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൺ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം. നമ്മൾ മോശപ്പെട്ട സമയത്ത് പോലും ഇത് നമുക്കൊരു പ്രതീക്ഷ നൽകും. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദ വൺസ് വൂ അപ്പിയർ ഡിഫറെൻറ്റ്. വളരെ ഡിഫറെൻ്റായി നിൽക്കുന്നവരെ നമ്മളെ സൊസൈറ്റി എപ്പോഴും ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുക. എസ്പെഷ്യലി ദോസ് വു ആർ വീക്ക് ആൻഡ് വൾണറബിൾ. വീക്കായിട്ടുള്ളവരും വൾണറബിളായിട്ടുള്ളവരും പ്രത്യേകം അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. വി മേ നോട്ട് ഓൾവേസ് റിയലൈസ് ദാറ്റ് ഈവൻ സ്മോൾ ആക്ട് ഓഫ് കമ്പാഷൻ ക്യാൻ ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ മെനി ലൈവ്സ്. നമ്മളുടെ ചെറിയ സഹായങ്ങൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്രത്തോളം നന്മ വിതയ്ക്കുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കണില്ല. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. ഇനോർമസ് എന്ന് പറഞ്ഞാൽ ഭീകരമായ എന്നാണ് അർത്ഥം. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറക്. അപ്പോൾ ഒരു വയസ്സായ വലിയ ചിറകുള്ള ഒരു മനുഷ്യൻ്റെ കഥയാണ് ഈ കഥ. ദി ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് ദ നൂൺ. ഉച്ചയായപ്പോഴും അവിടുത്തെ പ്രകാശം വളരെ കുറവാണ്. വെൻ പെലോയോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. പെലോയോ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അയാളുടെ മുറ്റത്തെ എന്തോ ഒന്ന് ഇഴയുകയും സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ അയാൾക്ക് ഭയങ്കര ഹാർഡായിരുന്നു. ഇവിടെ ഗ്രോണിങ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഞെറുങ്ങുന്ന ശബ്ദം, അതായത് എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കുക. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം, റിയർ എന്ന് പറഞ്ഞാൽ ആ മുറ്റത്തിൻ്റെ പുറകുവശം. അപ്പോൾ ഹിയർ ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അയാൾക്ക് മനസ്സിലായി അതൊരു വയസ്സായ ഒരു മനുഷ്യനാണെന്ന്. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ആ ഓൾഡ് മാൻ എന്താ ചെയ്യണത്? അയാളുടെ മുഖം മണ്ണിൽ പൂഴ്ത്തിക്കാണ്ട് അവിടെ കിടക്കുകയാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ടെർമെൻറ്റസ് എഫേർട്സ്. അയാളുടെ ശക്തമായ എഫേർട്സ് കാരണം ദ മാൻ കുഡിൻ ഗെറ്റ് അപ്പ്. ആ മനുഷ്യന് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. ഇംപെൻഡഡ് ബൈ ഹിസ് എനോർമസ് വിങ്സ്. അയാളുടെ ആ ചിറകുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അയാൾ. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്. പെട്ടെന്ന് അത് കണ്ടപ്പോൾ പെലോയോ പേടിച്ചു പോയി. പെലോയോ റാൻ ടു ഗെറ്റ് എലിസൻഡ ഹിസ് വൈഫ്. പെലോയോ അയാളുടെ ഭാര്യ എലിസൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഷീ വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവൾ അവരുടെ അസുഖമായ കുട്ടിയുടെ മേത്ത് തണുത്ത തൂവൽ കൊണ്ട് വെച്ചുകൊടുക്കുകയായിരുന്നു. കംപ്രസസ് എന്ന് പറഞ്ഞാൽ തണുപ്പ് പുതക്കുക, അതായത് തണുപ്പ് വെച്ചുകൊടുക്കുക ഒരു അസുഖപ്പെട്ട കുട്ടിക്ക്. ഹി ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അയാളുടെ ഭാര്യയെ ആ മുറ്റത്തിൻ്റെ പുറകുവശത്തേക്ക് കൊണ്ടുപോയി. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. അവർ രണ്ടുപേരും ആ വീണ് കിടക്കുന്ന ബോഡിയിലേക്ക് നോക്കി. ദ മാൻ വാസ് ഡ്രസ്സഡ് ലൈക്ക് എ റാഗ് പിക്കർ. ഈ പഴയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന ആൾക്കാരെ പോലെ ആയിരുന്നു അയാളുടെ വസ്ത്രധാരണ. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ പഴയ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആൾക്കാർ. ദർ were only a few faded hairs left on his bald skull and very few teeth in his mouth. അയാളുടെ തലയിൽ നിരച്ച കുറച്ച് മുടിയും അയാളുടെ വായയിൽ ആകെ കുറച്ച് പല്ലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹിസ് പിറ്റ്ഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഹിസ് പിറ്റ്ഫുൾ കണ്ടീഷൻ, അയാളുടെ ആ ദയനീയമായ അവസ്ഥ, അയാളുടെ ഉണങ്ങിയ ശരീരവും ഒരു നല്ല വയസ്സായ ഒരു ഗ്രാൻഡ് ഫാദർ ആണെന്ന് അവർക്ക് മനസ്സിലായി. പിറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? ദയനീയമായ അവസ്ഥ. ദിസ് ടുക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ഇത് ആ ഒരു മനുഷ്യൻ്റെ ഗാംഭീര്യമെല്ലാം എടുത്തു കളഞ്ഞിരുന്നു ആ ഒരു കാഴ്ച. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്കഡ് വെർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. ഹിസ് ഹ്യൂജ്, അയാളുടെ വലിയ ആ ചിറക് ഡേർട്ടി, അതാകെ അഴുക്കായിരുന്നു. ആൻഡ് ഹാഫ് പക്കഡ്, അതിലാകെ കുറച്ച് തൂവലേ ഉണ്ടായിട്ടുള്ളൂ. വാസ് എൻടാങ്കിൾഡ് ഇൻ മഡ്, അതാ മണ്ണിൽ പൂഴ്ന്നു കിടക്കായിരുന്നു. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ് ആൻഡ് ക്ലോസ്ലി ദാറ്റ് പെലേയോ ആൻഡ് എലിസൻഡ വെരി സൂൺ ഓവർകം ദെയർ സർപ്രൈസ്. ആ പെലേയും അയാളുടെ വൈഫും അവരെ കുറേ നേരം നോക്കിയപ്പോഴാണ് അവരെ പെട്ടെന്ന് ആ ഷോക്കിൽ നിന്ന് വിട്ടത്. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. കുറേ കഴിഞ്ഞപ്പോൾ അവരെ ഫെമിലിയർ ആയി തുടങ്ങി, അതായത് തിരിച്ചറിയാൻ തുടങ്ങി. ദെൻ ദേ ഡെയർഡ് ടു സ്പീക്ക് ഹിം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ആ ഒരു മനുഷ്യനോട് സംസാരിക്കാൻ തുനിഞ്ഞു. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രഹെൻസിബിൾ ഡയലാഗ് വിത്ത് എ സ്ട്രോങ് സൈലിയർ വോയിസ്.
അയാളൊരു മനസ്സിലാകാൻ പറ്റാത്തൊരു രീതിയിലാണ് ആൻസർ ചെയ്യുന്നത്. ഇൻ എ സെയിലിയർ വോയിസ്, ഒരു നാവികൻ്റെ ഒരു ശബ്ദത്തിൽ. ഇൻകോംപ്രഹെൻസിബിൾ ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതി. ഓക്കെ, ദേ കൺക്ലൂഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ ഫ്രം സം ഫോറിൻ ഷിപ്പ് wrecked ബൈ ദ സ്റ്റോം. അവർ വിചാരിച്ചു അതെന്താണ്, അയാളൊരു ഒറ്റപ്പെട്ട അതല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഫോറിൻ ഷിപ്പിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരാളാണെന്ന്. wrecked ബൈ ദ സ്റ്റോം, കാറ്റിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരാളാണെന്ന് അവർ വിചാരിച്ചു. ദെൻ ദേ കോൾഡ് ഇൻ നൈബർ വുമൺ ടു സീ ഹിം. പിന്നെ അവരുടെ അയൽവാസിയായ ഒരു സ്ത്രീയെ അയാളെ കാണിക്കാൻ വിളിച്ചു. ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. അയാൾ നോക്കിയപ്പോൾ തന്നെ പറഞ്ഞു, ഹീസ് എൻ ഏഞ്ചൽ, അതൊരു മാലാഖയാണ്. ഷീ ടോൾഡ് ദം, അവരോട് പറഞ്ഞു, ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്, അവർ തീർച്ചയായും അവരുടെ കുട്ടിക്ക് വേണ്ടി വന്നതായിരിക്കാം. ബട്ട് ദ പുവർ ഫെലോ ഈസ് സോ ഓൾഡ്, പക്ഷേ ഈ മാൻ എന്താണ്, വളരെ പ്രായപ്പെട്ട ആളാണ്. ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ, ആ ആകാശത്തുള്ള മഴയാണ് അയാളെ താഴത്തേക്ക് പറഞ്ഞയച്ചത്. ഇവിടെ എന്താണ് നമ്മളെ അയൽവാസി പറയുന്നത്, അയൽവാസി ഊഹിച്ചെടുക്കുകയാണ് എന്ത്, ഇയാളൊരു ഏഞ്ചലാണെന്നും ആകാശത്ത് നിന്ന് അയാൾ മഴ കാരണം താഴത്തേക്ക് വീണതാണെന്നുമാണ് നമ്മളെ അയൽവാസി പറയുന്നത്. ഓൺ ദ ഫോളോവിങ് ഡേ, ഇനിയുള്ള ദിവസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ, എവറി വൺ ന്യൂ ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് ക്യാപിറ്റീവ് ഇൻ പെലോയോസ് ഹൗസ്. ഒരു വയസ്സായ ഒരു മാൻ, ഒരു ഏഞ്ചൽ പെലോയുടെ വീട്ടിൽ അകപ്പെട്ടിരിക്കുന്നു. ക്യാപിറ്റീവ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ അകപ്പെടുക. പെലോയോ വാച്ച്ഡ് ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. പെലോയോ അവൻ്റെ വീടിൻ്റെ കിച്ചണിൽ നിന്ന് ആ ഉച്ച മുഴുവൻ അയാൾ നോക്കി. ആംഡ് വിത്ത് ഹിസ് ബാലിഫ്സ് ക്ലബ്, ബാലിഫ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയാളുടെ വടി, അതായത് കാവൽക്കാരൻ്റെ വടി പിടിച്ചുകൊണ്ട് ആ ഉച്ച മുഴുവനും അയാൾ അവനെ നോക്കിക്കൊണ്ടിരുന്നു. ബിഫോർ ഗോയിങ് ടു ദ ബെഡ്, കിടക്കാൻ പോകുന്നതിന് മുമ്പ്. ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട്, പെലോയോ അയാളെ വലിച്ചയച്ചു. ഔട്ട് ഓഫ് ദ മഡിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തെടുത്തു. ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ്, പിന്നെ അയാളെ ലോക്ക് ചെയ്തു. വിത്ത് ദ ഹാൻഡ്സ് ഇൻ ദ കിച്ചൺ കൂപ്പ്, ആ കോഴിക്കൂട്ടിൽ നിന്ന് അയാളെ ലോക്ക് ചെയ്തു, കോഴിക്കൂട്ടിലിട്ടിട്ട് ലോക്ക് ചെയ്തു. ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞാൽ വലിച്ചയക്കുക. എ ഷോർട്ട് ടൈം ആഫ്റ്റർവാർഡ്, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ വിത്ത് എ ഡിസൈഡ് ഡേറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞു പെലോയുടെ കുട്ടിക്ക് അസുഖമായിട്ട് ഭാര്യ അതിനെ തണുപ്പ് പിടിപ്പിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ കുട്ടി എണീച്ചു. വിത്തൗട്ട് എ ഫീവർ, ഫീവർ ഒന്നും അസുഖമൊന്നും പനിയൊന്നും ഇല്ലാതെ. ആൻഡ് വിത്ത് ഡിസൈർ ടു ഈറ്റ്, തിന്നാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്ഭുതം. പിന്നെ അവർക്കതൊരു അത്ഭുതമായിട്ട് തോന്നി. ദേ ഡിസൈഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days. അപ്പോൾ അവർ തീരുമാനിച്ചു, ഈ ഏഞ്ചലിന് നമുക്കൊരു റാഫ്റ്റിൽ പുഴയിൽ ഒഴുക്കി വിടാം. 3 ദിവസത്തിനുള്ള ഭക്ഷണമൊക്കെ അതിൽ വെച്ച് കണ്ട്, പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ തിങ്സ്, എന്തൊക്കെയായിരിക്കും അയാൾക്ക് ആവശ്യം അതൊക്കെ വെച്ച് കൊടുത്ത് കണ്ട് ഒരു റാഫ്റ്റിൽ ഒഴുക്കി വിടാം. റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചി പോലത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാധനം, ഈ സീലൊക്കെ ഇങ്ങനെ പോകണേ. ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫെയ്റ്റ് ഓൺ ദ ഹൈ സീസ്, ആ വലിയ പുഴയിൽ അയാളെ വിധി പോലെ അയാളെ ഒഴുക്കി വിടാമെന്ന് അവർ വിചാരിച്ചു. ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിധി. ബട്ട് വെൻ ദേ വെൻറ്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട്യാർഡ്, പിന്നെ അവർ ആ കോർട്ട്യാർഡിലേക്ക് പോയപ്പോൾ, അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ, ഈ പകലിൻ്റെ ആ വെളിച്ചത്തിൽ അവരുടെ മുറ്റത്തേക്ക് പോയപ്പോൾ, ദേ ഫൗണ്ട് ദ വോൾ നൈബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ആൻഡ് ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അവരുടെ എല്ലാ അയൽവാസികളെയും ആ കോഴിക്കോടിന് മുമ്പിൽ കണ്ടു. ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ, ആ ഏഞ്ചലുമായിട്ട് അവർ തമാശകളിലായിരുന്നു. ദ വിസിറ്റേഴ്സ് വർ ടോസിങ് ഹിം തിങ്സ്, വിസിറ്റേഴ്സ് അയാൾക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ടോസിങ് എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊടുക്കുക. തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിംഗ് ഇൻ ദ കൂപ്പ്, ആ കോഴിക്കൂടിൻ്റെ ചെറിയ ചെറിയ ഓപ്പണിങ്ങിലൂടെ ഓരോന്ന് അയാൾക്ക് തിന്നാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇറ്റ് വാസ് ഇഫ് ഹി വേർ ഇൻ എ സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ, അവരുടെ ആ പ്രവൃത്തി എന്താണ് തോന്നിപ്പിക്കുക, അതൊരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ അല്ല, അതായത് ഒരു മഹാമനുഷ്യനല്ല. ബട്ട് ആൻഡ് സർക്കുലസ് അനിമൽ, ഒരു സർക്കസ് അനിമൽ പോലെയാണ് അവർ ആ ഒരു മനുഷ്യനോട് ചെയ്തിരുന്ന പ്രവൃത്തി. അപ്പോൾ നമ്മൾ ബാക്കി എന്താ നടന്നതെന്ന് അടുത്ത വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ഈ ചാപ്റ്ററിൻ്റെ ഈ സൈഡ് പോർഷൻസിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ see you in next video.